വിദ്യാധരൻ മാസ്റ്ററാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം മാസ്റ്ററെ, കൽപ്പാന്തകാലത്തോളം നഷ്ടസ്വർഗങ്ങളെ, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, അങ്ങനെ ഒത്തിരി ഗാനങ്ങളെക്കുറിച്ച് കേൾക്കാനുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എന്ന പാട്ട് പാടുന്ന സമയത്ത് അത് സിനിമയിൽ കഥാവിശേഷനിൽ ഇന്ദ്രൻ സേട്ടനാണ് അത് അഭിനയിക്കുന്നത്. അത് കണ്ടപ്പോൾ കിട്ടിയൊരു ഫീലുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ദ്രൻ സേട്ടന് അങ്ങനെ ഒരു പാട്ട് പാടാൻ ഒരവസരം കിട്ടുന്നത്. അത് കണ്ടപ്പോൾ ഒരു മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. ഗിരീഷേട്ടൻ്റെ ചില വരികൾ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു എന്ന് പറയുന്ന വരികളുണ്ട്. അസാധ്യമായിട്ടുള്ള ഒരു ഫീലാണ് അന്ന് ഉണ്ടാക്കിയത്. മാഷ അത് പാടി തുടങ്ങിയാൽ. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം ഓർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാനെന്നും കരഞ്ഞിരുന്നു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കാട്ടെടുത്ത ആരാണ്? ഓ, അതിൽ ആ കുമ്പിളിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും കാത്തിരിക്കും. കാരണം അവിടെ ഒരു വേറൊരു മൂഡിലാണത് പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എം ജെയിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ഓടയിൽ നിന്നിൽ പാടിയിട്ടുണ്ട് ദേവരാജ മാസ്റ്ററുടെ, എനിക്കൊന്ന് മെഹബൂബ് സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ പാട്ടുകൾ പാടിയെങ്കിലും ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ചിലതൊക്കെയാണ് ട്രൈ ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ളൊരു പോപ്പുലർ സിനിമാ ഗാനത്തിലേക്ക് വരുന്നത് എം ജെയുടെ കൂടെ കൂടുമ്പോഴാണ്. തീർച്ചയായിട്ടും എം ജയചന്ദ്രൻ നല്ല നല്ല ജ്ഞാനസനാണ്. കർണാടക സംഗീതത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്. എന്താണോ വരികൾ, ആ വരികൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ആശയത്തെ വ്യക്തമാക്കി മനസ്സിലാക്കി നല്ല രീതിയിൽ ആ പാട്ടാക്കി തരുന്ന രീതി നല്ലോണം അത് ദേവരാജ മാഷൊരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്കും ആ ഒരു പാഠം ജയചന്ദ്രൻ കിട്ടിയിട്ടുണ്ട്. എന്നെ കുറിച്ചുള്ള പാട്ടിൻ്റെ വിധമൊക്കെ ഞാൻ പറയാണ്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പാടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് വേറൊരാളുടെ അഭിപ്രായമായിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് അദ്ദേഹം എനിക്ക് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ശരീരത്തിന് ഇണങ്ങുന്ന, ഞാൻ പാടിയത് നന്നാവും തോന്നിക്കുന്ന രീതിയിലായേ. അപ്പം അത് അറിയുന്ന ഒരാൾ ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ നിലവാരം, എൻ്റെ ശബ്ദത്തിൻ്റെ രീതിയും അറിയുന്നു കുട്ടനുള്ളതാണ്. അതെ അതെ, അതുകൊണ്ടാണ് അത്ര സുഖം ഉണ്ടായതെന്നുള്ള അഭിപ്രായക്കാരൻ. ടി വി ചന്ദ്രൻ്റെ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. എന്നെ വിളിക്കുമ്പോൾ ജയചന്ദ്രൻ എന്നെ വിളിച്ചത് ആദ്യം പറഞ്ഞത് ഒരു പാട്ട് പാടി തരണം. ഞാനോ ചോദിച്ചത്? എനിക്ക് ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. കാരണം എന്നെ കൊണ്ട് ആരും പാടിക്കില്ലല്ലോ. മാഷ് തന്നെ പാടണം, ആ അഭിപ്രായം. എപ്പോഴാണ് വേണ്ടേ? ഞാൻ പാടിയാൽ മതിയോ? ഞാൻ വരാം, ശരി എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് വരണം, എപ്പോഴാണ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുഖം തീരുമാനിച്ച് അവിടെ പോയി. അങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. ജസ്റ്റിൻ ദൈവമേ എന്നുള്ള പാട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് തണ്ണീർമത്തൻ ദിനങ്ങളിലെ അത് ശരിക്കും സുഹേൽ കോയ എന്ന് പറയുന്ന പുതിയ സ്റ്റൈലിൽ എഴുതുന്ന റൈറ്ററും കൂടെയാണ്. ആ പാട്ടിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ വിദ്യാധരൻ മാസ്റ്ററുടെ വേറൊരു വോയിസ് ആണ് നമ്മളതിനകത്ത്. അതായത് ആധുനിക കാലഘട്ടത്തിൽ പറ്റുന്നൊരു പാട്ടാണത്. അപ്പോൾ ആ പാട്ടിലേക്ക് സിങ്ക് ആവും എന്നുള്ളത് ജസ്റ്റിന് സങ്കല്പിക്കാൻ പറ്റിയെന്നുള്ളത്, അതെങ്ങനെയാണത് വന്നതെന്ന് ജസ്റ്റിൻ സംസാരിച്ചിട്ടുണ്ടോ അതേ പറ്റിയിട്ട്? എന്നെ വിളിക്കുന്നത് ബിജിബാല വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള പയ്യനാണ്, ഒരു പാട്ട് അവന് പാടി കൊടുക്കണം, അവർക്ക് വിളിക്കാനൊരു ബുദ്ധിമുട്ട്, എന്താണ് പ്രതികരണം അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പാടിയാൽ മതി, ഞാൻ പാടാം, ഇതിൻ്റെ ഒന്നും കുഴപ്പം. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തെ പിന്നീന്നൊരു അടി ഇത്. അത് ഏത് കാലത്തേക്കും സ്യൂട്ടബിളാ. അതെ അതെ, ഈ വക കെടുതികൾ വരുമ്പോൾ ഒക്കെ എടുത്തിട്ട് സ്ക്രോൾ ഇടാം. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്, ഓർക്കാപ്പുറത്തെൻ്റെ പിന്നീന്നൊരടിയത്, ആത്മതാണ് അങ്ങനെ കുറെ ആൾക്കാർ ഭയങ്കര ഹിറ്റായിട്ട് ജനം സ്വീകരിച്ചത്. എനിക്കത് സത്യം പറഞ്ഞത് അന്ന് പാടി പോന്നു. പിന്നെ അതിന് ശേഷം ഈ കാര്യം ഒഴിക്കാറില്ല. ആ പടം സൂപ്പർ ഹിറ്റായി. അപ്പോൾ സന്തോഷമായി, കേട്ടപ്പോൾ സന്തോഷമായി. പിന്നെ അത് ഒരുപാട്
സ്ക്രോളൊക്കെ ചാനലിലൊക്കെ ഈ കോമഡിക്കാരൊക്കെ ധാരാളം എടുക്കാറുണ്ട്. ഈ ജനനം 1947, പ്രണയം തുടരുന്നു എന്നല്ലാണ് അവാർഡ് അവസാനം കിട്ടുന്നത്. ഇപ്പൊ കിട്ടുന്നത് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നോ? എന്താ അത് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ ഒരു ഫീല്? തൃശ്ശൂർ എന്നാ പാടുന്നത്. അങ്ങനെ പാട്ട് പറഞ്ഞു എന്താ പാട്ട് മനസ്സിലാവണില്ല എനിക്ക്. എന്താ ഒരുപാട് അതെനിക്കതിൻ്റെ ഈ പാറ്റേൺ മനസ്സിലാവണ്ടേ. അത് എന്താണോ പിന്നെ പാടുക എന്ന് പറഞ്ഞാൽ അവർ ആ മ്യൂസിക് നന്നായിട്ട് പാടുന്ന ആളാണ്. അത് കമ്പോസ് ചെയ്ത ആൾ നല്ല എനിക്ക് പാടി തന്നു പാടി. അപ്പോൾ ചില പോർഷനൊക്കെ ഞാൻ അങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയവർ. ചാൾസ് നസ്രത്ത് എന്ന ഒരാളാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. എന്തിനു പറയുന്നത് 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും പാട്ട് കഴിഞ്ഞു. പക്ഷേ ഇത്ര നല്ലൊരു പോപ്പുലറായിട്ട് ഇത്ര ഈ സിനിമയ്ക്കകത്തൊക്കെ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ വരുമ്പോൾ ഈ സിനിമയുടെ പാട്ടൊക്കെ അയച്ചു, അവാർഡിന് അയച്ചപ്പോൾ അത് അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഈ അവാർഡ് കിട്ടിയെന്ന് ആൾക്കാർ പറയുമ്പോഴും ഈ ചാനലുകാരൊക്കെ പൊതിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല അത്. അതിനുശേഷം 10-16 പാട്ടെങ്കിലും പാടിയിട്ടുണ്ടാവും. മലയാള സിനിമാ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരുപാട് പാട്ടുകൾ സാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് വിശദമായി സംസാരിക്കേണ്ട കാര്യമുണ്ട്. കാരണം കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കൂ എന്നുള്ളത് ഇനി മലയാള സിനിമയോ മലയാളമോ മറക്കാൻ പോകുന്നില്ല. അത്രയും കവിതാ ഭംഗിയുള്ള ഒരു പാട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് എഴുതിയത് ശ്രീമൂലനഗരം വിജയൻ പുള്ളിയായിരുന്നു അതിൻ്റെ സംവിധായകനും അല്ലേ? ആ പടത്തിൽ രണ്ടുപേരും കൂടെ ചെയ്തു. ഏതൊരു മലയാളിയും ഇത് ഒരു പ്രാവശ്യമെങ്കിലും പാടാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ, അങ്ങനെ അത് രണ്ടാമത് ട്രൈ ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കും. ആ മാറ്റമില്ലേ? ആ 2 വരികൾ ആവർത്തിക്കുന്ന വരികളില്ലേ? ഇത് സത്യം പറഞ്ഞാൽ കാലടി ഗോപിയുടെ നാടകം രംഗം എന്ന് പറയുന്ന നാടകശാലയുടെ നാടകത്തിന് ഞാൻ സംഗീതം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ച് പോകുന്ന സമയത്ത് ഈ നാടകത്തിൻ്റെ സംവിധായകൻ ശ്രീമൂലനഗരം വിജയനാണ്. നാടകം സംവിധാനം ചെയ്യാൻ ശ്രീമൂലനഗരം വിജയനും, നാടകരചന കാലടി ഗോപിയും. കാലടി ഗോപിയുടെ തിയേറ്ററാണ് ഈ പെരുമ്പാവൂർ നാടകശാല. അപ്പോൾ അവിടെ ചെന്ന് അവിടെ മ്യൂസിക് ചെയ്യാനാണ് ഞാൻ പോയത്. രംഗപടം വീണപോക്ക് ചെയ്ത അമ്പിളി, ഞങ്ങൾ 2 പേരും ഞങ്ങൾ ക്ഷണിച്ച് പോയതാണ്. അവിടെ നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പരിചയപ്പെടുന്നതും അങ്ങോട്ട് വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. ഓരോ നടന്മാരും നടികളും ഡയലോഗ്സ് പഠിപ്പിക്കുന്നു. ഡയലോഗ്സിൻ്റെ അതിൻ്റെ ആ വേരിയേഷൻസൊക്കെ മനസ്സിലാവാണ്ട് ചില ആൾക്കാർക്ക് തലയിട്ട് വീണിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്കത് പറ്റാണ്ട് അങ്ങനെ പല ആൾക്കാരും നാടകത്തിന് മാറ്റി എടുത്തിട്ടൊക്കെയാണ് നാടകം കളിക്കുന്നത്. അപ്പോൾ അതിന് 4 രംഗങ്ങളുള്ള രംഗെന്ന് നാടകത്തിന് പേര് 4 രംഗമാണ്. അപ്പോൾ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ വേണ്ടി പോയതാണ്. പാട്ടില്ല, ഇല്ല. രംഗം 1 by 1 ആയിട്ട് ഓരോ ഇതിന് ഒരു ഹാർമോണിയം, ഒരു ക്ലാരിനെറ്റ്, ഒരു ഗിറ്റാറ്, ഒരു തബല, ഒരു കോങ്കോ ഡ്രം, ഇങ്ങനെ 4-5 ആളുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സീനിൻ്റെ എന്തൊക്കെയാണ് മ്യൂസിക് ഉണ്ടാക്കി അത് പഠിച്ച് അടുത്ത രംഗം ഇത് ഓക്കെ ആയിട്ട് ആൾ എഴുതി കൊടുക്കുള്ളൂ. അങ്ങനൊരു രീതി അവിടെ. എന്തിനു പറഞ്ഞു ഇങ്ങനെ പരിചയപ്പെട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായി. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഒരു ട്രൂപ്പുണ്ട്, നാടക ട്രൂപ്പ്, അതിൽ 4-5 പാട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് വേറെ സംഗീത സംവിധാനമാണ്. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പാട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ആ രചനയ്ക്ക് ഇങ്ങനെയല്ല ട്യൂൺ വേണ്ടത്. നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിരിക്കുക. അത് ആ വരികൾക്ക് ഇതല്ല ചേരുന്ന ട്യൂൺ. എങ്ങനെ ട്യൂൺ ചെയ്യേണ്ടത് എനിക്ക് പറയാറിയില്ല. കേട്ട മാത്രമേ എനിക്കത് അങ്ങനെയല്ല വേണ്ടി ഇരുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ വിദ്യാധരൻ അതൊന്ന് എനിക്കൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആൾ ചെയ്ത ഒരു പാട്ട് ഞാൻ ചെയ്യണോ? എനിക്ക് എൻ്റെ രീതിയോട് യോജിപ്പുള്ളൊരു കാര്യമല്ല അത് എന്ന് പറഞ്ഞു. വിദ്യാധരൻ കേട്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ല, എന്നാൽ അത് ഫ്രഷായിട്ട് ഒരു പാട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ ഉഷാറായി. ഞാൻ ഉഷാറായത് അങ്ങനെയാണ്. അതിൽ താല്പര്യം കൂടിയത്. വേറെ 2-3 പാട്ട് കൂടി വരുമ്പോൾ നമുക്ക് 4 പാട്ട് ഇത് നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കാം, അതിനാണ്. അപ്പോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് ചെയ്യാണ്ടായത്. അപ്പോൾ വരികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കലാവിടെ ക്ഷേമാതിര ട്രൂപ്പിൽ അന്ന് ഹാർമോണിസ്റ്റായിട്ട് പ്രവർത്തിക്കുക. 10-14 കൊല്ലമായിരുന്നു. അപ്പോൾ അന്ന് ഹൈദരാലി, ഞാൻ, പിന്നെ പള്ളുരുത്തി താരയുടെ എന്ന് പറഞ്ഞ പ്രദേശത്ത്, അങ്ങനെ കുറേ ആൾക്കാരാണ് അതിന് സഹകരിച്ചത് ആൾക്കാർ സ്ഥിരം. അപ്പോൾ ഈ പാട്ടിൻ്റെ വരി കൊണ്ട് നടന്ന് ഇങ്ങനെ ഇങ്ങനെ പലതും നോക്കി ഈണങ്ങൾ ചേരുന്നത് നോക്കി ഞാനിങ്ങനെ കുറേ പരിശോധിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രൂപ എനിക്ക് ഇങ്ങനെ മതിയെന്ന് തോന്നി. എനിക്ക് തോന്നിയതാണ് മെലഡി ഇങ്ങനെ മതി. അപ്പോൾ ഞാൻ ഹൈദരോട് പറഞ്ഞേ, ഹൈദരോ ഒരു യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ ഒരു പാട്ടിൻ്റെ മെലഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്.
നീ ഒന്ന് കേട്ടോ അഭിപ്രായപ്പെടാന്ന് പറഞ്ഞു. ഞാൻ പാടുന്നു പറഞ്ഞു. രാവിലെ എണീറ്റിരുന്ന് ഹാർമോണിയൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ പാടി. ഇത് യേശുദാസ് പാടി സൂപ്പർ ഹിറ്റാ. എന്നെ കെട്ടിപ്പിടിച്ചു. ഗംഭീര, ഒന്നും പറയാനില്ല. ഇത് ഭയങ്കര സംഭവമാണ്. ഒന്നുകൂടി പറയാൻ പല്ലവി ഇത് അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പാടി കൊടുത്ത് ഒന്നും മാറ്റാൻ ഒന്നും ചെയ്യാനില്ല. ഇത് അദ്ദേഹം പാടിയാൽ ഗംഭീരവും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ആദ്യത്തെ ആളിയാളാണ്. പടം ഇത് കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വർഷങ്ങളൊക്കെ തെറ്റിയേക്കാണ്. 84 കാണുള്ളൂ, 76 റെക്കോർഡ് ചെയ്താ. അതേപോലെയാണ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങൾ എനിക്ക് ദുഃഖസിംഹാസനം നൽകൂ എന്ന് പറയുന്ന നഷ്ടസ്വർഗത്തിലുള്ള പാട്ട് വീടപൂലി വേണ്ടി ഉണ്ടാക്കിയതാ. അതിൽ പുള്ളവും പാട്ടുണ്ട്. യേശുദാസ് ശബ്ദത്തിനെ കുറച്ച് മാറ്റി പാടുന്ന ഒരു രീതിയിലൊരു പാട്ട്. പിന്നെ മുല്ലനയുടെ ഒരു പാട്ടുണ്ട്. മുല്ലനെ എഴുതിയിട്ടുള്ള സ്വപ്നം കൊണ്ട് തുലാഭാരം നടന്നപ്പോൾ സ്വർഗം സമ്മാനിച്ച മുത്ത്, അത് ജെൻസി പാടിയിട്ടുള്ളതാണ്. മിൻമിനി ചേച്ചിയുടെ ചേച്ചി ദാസേട്ടനും ജെൻസിയാണ് ആ പുള്ളൂർ പാട്ട് പാടിയിട്ടുള്ളത്. ജെൻസിയുടെ ഒരു സോളോ ഇതാണ്. അങ്ങനെ ആണ് വീണപൂരിലത്തെ പാട്ട്. ആഗ്രഹിച്ച് പറ്റിയില്ല. പിന്നെ ആ ഒരു ദുഃഖം അങ്ങനെ നിൽക്കുന്ന. അപ്പം അങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ കഥയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. തമ്പി സാറിൻ്റെ വീട്ടിൽ ചെന്നു. തമ്പി സാറിനോട് പറഞ്ഞു ഇങ്ങനൊരു പാട്ട് എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചു. ആ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 മണി സമയത്ത് എന്നെ വിളിക്കുക വിദ്യാധരൻ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അനവധി കേട്ടിട്ടുള്ള വർഷങ്ങളായിട്ട്, പക്ഷെ അങ്ങോട്ടായിട്ടൊന്നും സഹകരിച്ചിട്ടില്ല, ഒരു പാട്ട് ചെയ്തിട്ടില്ല, പരിചയമില്ല. ഉള്ള കാര്യം പറയണം. ഞാൻ ശിവകുമാർ തമ്പിയാന്ന് പറഞ്ഞു. നമസ്കാരം സാർ, നമുക്ക് ഒരു പാട്ട് ഇപ്പോൾ അമ്പിളി ഒരു വിരഹ ഗാനം ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനതിനൊരു 4 വരി അങ്ങ് അറിയിക്കാം, അപ്പോൾ അതൊന്ന് എഴുതിത്തോളൂ എന്ന് പറഞ്ഞു. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭക്തൻ സിംഹാസനം നൽകി. അതിമനോഹരമായിട്ട് സാറേ, ഗംഭീരം. അപ്പം അത് പ്ലാൻ ചെയ്തോളൂ. ഞാൻ നാളെ രാവിലെ ഇതിന് പരിപൂർണമായിട്ടുള്ള വരികൾ എഴുതി ഗോപിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ എക്സിബിറ്റ്. അപ്പോൾ ഇതുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോവുക. ദാസേട്ടൻ യേശുദാസിനെ കൊണ്ട് നേരിട്ട് പാടിക്കാനുള്ള പാട്ടാന്ന് അമ്പിളി പറഞ്ഞു. എനിക്ക് ഇപ്പോൾ ഈ പാട്ട് നോക്കിയപ്പോൾ എല്ലാ വരിയും ചേർത്താ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ മറ്റന്നാൾ പാടണം, നാളെ ഒരു ദിവസമുള്ളൂ ദാസേട്ടൻ നേരിട്ട് പാടാൻ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാനും എവിടെയും എപ്പോൾ നോക്കിയാലും ബാത്റൂമിൽ പോവുക. ഭർത്തിയത് അങ്ങോട്ട് അസ്വസ്ഥനായിട്ട് തിരുവനന്തപുരം വരെ ഭയങ്കര ക്ഷീണത്തിൽ നോക്കി മടക്കി അവിടെ വയ്ക്കും. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് ചെല്ലുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായ കൊള്ള തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സാധനം മനസ്സിൽ മെനഞ്ഞുണ്ടാക്കിക്കുന്നത്. അതിൻ്റെ വരികൾ VC പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്. 1.5 കൊല്ലം 2 കൊല്ലമായി തോന്നും ഇപ്പോൾ മരിച്ചിട്ട്. ജോൺസൻ്റെ ഒക്കെ ഗുരുനാഥനാണ്, തൃശ്ശൂകാരനാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ട്രൂപ്പിൽ 10-14 കൊല്ലം ഫ്ലൂട്ട് വായിക്കാണ്ടായിരുന്നു, ലോകം മുഴുവൻ പോയിട്ടുള്ള. അപ്പോൾ VC ജോർജിനെ വിളിച്ചു. ജോർജേ, നീ ഒരു സൂത്രം ചെയ്ത് നമുക്കൊരു 3-4 പാട്ട് ഒന്ന് പ്ലാൻ ചെയ്യണം. നീ ആ ഹാർമോണിയം തരങ്ങണി നിർത്തിക്കൊണ്ട് വാ, ഞാൻ കീർത്തി ഹോട്ടലുണ്ട്. ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ ആൾ വന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഈ പാട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. കോഡ്സ് അറേഞ്ച്മെൻറ്റ്സൊക്കെ പറഞ്ഞ് അതിൻ്റെ മെലഡിയൊക്കെ ഇങ്ങനെയായി തന്ന് അങ്ങനെ ഞാൻ പാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പേപ്പറിലാക്കി അങ്ങനെ എന്തിനു പറയുന്നു ഈ പാട്ട് 4 പാട്ടും ചെയ്ത് പുള്ളം പാട്ട് എന്ന് പറയുന്നത് പുള്ളം പാട്ടിന് ഒന്നും ചെയ്യാനില്ല. അത് ആ സാധനമൊക്കെ ഞാൻ വായിട്ട് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ എഴുതി വെച്ചു. അങ്ങനെ ആണ് ഈ പാട്ട് റെക്കോർഡിങ്ങിന് തരങ്ങണിയിൽ പോയത്. അവിടെ നിന്നപ്പോൾ ദാസേട്ടൻ വന്ന് ഈ സമയത്തൊക്കെ അറേഞ്ച്മെൻറ്റ് ഒക്കെ എല്ലാവരും വെച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തൊക്കെ ഏർപ്പാട് ചെയ്തു. ദാസേട്ടൻ വന്നിട്ട് ഇപ്പോൾ പാട്ട് ഇങ്ങനെ പഠിക്കായിരുന്നു കുറേ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മൂപ്പർക്ക് ചില ഇടങ്ങളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കണം. വോയിസ് റൂമിലേക്ക് എന്നെ വിളിച്ചു. വിദ്യാധരൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് ഒന്നിച്ച് വേണം പറഞ്ഞിട്ട് മൂപ്പര് എന്നെ വിളിച്ചിട്ട് ആ മൈക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ആ ഓർമ്മയിൽ മറ്റൊരു തെറ്റാണ്ട് വരെ. അപ്പം ഞാനും കൂടി പാടുമ്പോൾ കിട്ടും. അപ്പോൾ അവിടെ എൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്താൽ വരെ കൺസോളിൽ എൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്യുക, ദാസേട്ടൻ മാത്രം കേൾക്കുമ്പോൾ ഒന്നും എൻ്റെ കേൾക്കില്ലല്ലോ. അങ്ങനെ ആയിരിക്കാം എന്താ എനിക്കറിയില്ല ടെക്നോളജി. എന്തായാലും ഒന്നിച്ചാൽ പാടിയേ.